പോവാ. ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നിതാ കുറച്ച് യാത്രാവിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ചെറിയൊരു യാത്രയിലാണ് കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ തുറക്കണതിൻ്റെ തലേ ദിവസത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ ഇത്. ഈ ഒരു ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ യാതൊരു പ്ലാനിങ്ങും കൂടാതെ ഉള്ളൊരു യാത്രയാണ് കേട്ടോ. ഞാനും മക്കളും എല്ലാവരും എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്ന്. അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ വണ്ടിയൊക്കെ എടുത്ത് ഏട്ടൻ ഞങ്ങളെ നേരെ കാവനൂർക്ക് കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാവനൂരിൽ നിന്ന് ഞങ്ങളെയും കൂട്ടി വയനാട്ടിൽ കൂടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും ക്ഷീണവും തളർച്ചയൊക്കെ ആയിരിക്കും. അപ്പോൾ വാൽക്കുട്ടനും അല്ലിക്കുട്ടനും ലച്ചുമോളും ബിരിയാണി കഴിച്ചിട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും നല്ല സദ്യ കഴിച്ചിട്ടോ. തൈരും അതുപോലെ എന്തോ ഉപ്പേരി, അച്ചാർ, അങ്ങനെ 2-3 ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഉഷാറായിട്ട് ചോറൊക്കെ കഴിച്ചു. ലച്ചുമോൾ ഇതാ ബിരിയാണിയൊക്കെ നല്ല ഉഷാറായിട്ട് കഴിക്കുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി എന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 7up നിർബന്ധമാണ്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ടൗൺഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ചുരത്തുമ്മ കൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ടാണ് ആദ്യം എത്തിയത്. എൻ്റെ മനസ്സിൽ ആദ്യം എന്നൂർ കാണണം എന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആണെങ്കിലോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 1-1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്തിയും പക്കം തന്നെ അങ്ങോട്ട് തിരിച്ചു കേട്ടോ വണ്ടി. കാരണം അത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഒരുപാട് സമയമാവും വീട്ടിലെത്താനെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഞങ്ങളിതാ ഈ ഉരുൾപൊട്ടലിലൊക്കെ വീട് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറേ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ വീടുകളൊക്കെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താമസമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് സങ്കടവും സന്തോഷവും രണ്ടുമായിരുന്നു കേട്ടോ എൻ്റെ മാനസികാവസ്ഥ. അപ്പോൾ ഇതാ വീടുകളൊക്കെ കുറേയൊക്കെ പണിയൊക്കെ തീർന്നത് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇതാ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത അതിൻ്റെ താമസക്കാരൻ്റെ വീട്ടിൽ അതൊക്കെ അതായിട്ടൊക്കെ എടുത്തു. അല്ലേ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ എല്ലാ വീടുകളും പെട്ടെന്ന് പണിയൊക്കെ തീർന്ന് എല്ലാവർക്കും ഇതിൽ താമസിക്കാനുള്ളൊരു ഇതുണ്ടാവട്ടെ. അങ്ങനെ ഞങ്ങളിതാ കറങ്ങി തിരിഞ്ഞതാ ഞങ്ങൾ മൈസൂർ കാട്ടുകൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ആനനെ കണ്ടു, മയിലിനെ കണ്ടു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. മൃഗങ്ങളൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഉള്ളൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. യാത്ര ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ പറയും കേട്ടോ. ഇങ്ങനെ കാട്ടുകൂടെയുള്ള യാത്രയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞങ്ങളിതിലെ 2-3 പ്രാവശ്യമാണ് ഇതിലെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം കറങ്ങി തിരിഞ്ഞതാ ഞങ്ങൾ ഗുണ്ടൽപേട്ട എത്തിയിട്ടുണ്ട്. അപ്പോൾ റോഡിൻ്റെ സൈഡിനായിട്ട് ഒരുപാട് സൂര്യകാന്തി വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടോ. കാരണം സൂര്യകാന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ലച്ചുമോൾ ഈ സൂര്യകാന്തിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ട് ഓരോ വീഡിയോസ് എടുത്ത് തരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ എന്ത് ഭംഗിയല്ലേ കാണാൻ. ഈ മഞ്ഞ കളറിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ ഈ സൂര്യകാന്തി തോട്ടം കണ്ടപ്പോഴാണ് ലച്ചുമോക്കും ഏട്ടനും ഒരു ഡാൻസ് കളിക്കാൻ തോന്നിയത് കേട്ടോ. അപ്പോൾ ബാലക്കുട്ടൻ ഏതോ പാട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ രണ്ടാളും ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ കണ്ട ഒരുപാട് സൂര്യകാന്തികൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ വിരിയാനായിട്ട് ഇനി ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. അതുപോലെ മഞ്ഞ മല്ലികണ്ട്, അങ്ങനെ കുറേ ഇനിയും വിരിയാനുണ്ട്. ഏകദേശം ഓണമൊക്കെ ആകുമ്പോഴേക്കിന് ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ വിരിയണതിൻ്റെ മുമ്പായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് ഇങ്ങോട്ട് വരണം എന്നൊക്കെ ഉണ്ട്. അന്ന് അതൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നതൊന്ന് കാണാനും കൂടെ ആഗ്രഹമുണ്ട് കേട്ടോ.
ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതാ ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ലച്ചുമോക്കും അല്ലുക്കുട്ടനും ബാലുക്കുട്ടനൊക്കെ കരിമ്പും ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് കരിമ്പും ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ വണ്ടിയിലേക്ക് കയറി ഞങ്ങൾ വീണ്ടും കാട്ടുകൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ മക്കളെയൊക്കെ ഒന്ന് കൂട്ടി ഇതിലൊന്ന് ചുറ്റിക്കറങ്ങിയാൽ നല്ല രസമായിരിക്കും കേട്ടോ. മക്കൾക്ക് ഒരുപാട് മൃഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.